ഹായ് ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും ഷെരീഫ് കേട്ടിയർ വ്ളോഗ്സിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഈ ഒരു ചെറിയ കുഴി വെട്ടിച്ച് മീൻ പിടിക്കാനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കുഴിയിൽ നിന്നുള്ള മീൻ പിടുത്ത കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഇന്ന്. അപ്പോൾ ഇതൊരു ചെറിയ കുഴി ആയതുകൊണ്ട് തന്നെ ചെറിയൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു കുഴിയുടെ ചുറ്റുഭാഗവും താമര കായലാണ്. കായലിന് നടുവിൽ വരുന്ന ഒരു കുഴി തന്നെയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 വീഡിയോ ചെയ്തത് താമരക്കായലിന് നടുവിൽ വരുന്ന മറ്റ് വലിയ 2 കുഴികൾ പിടിക്കുന്ന കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു 2 കുഴിയും വരുന്നത് ആ ഒരു ഭാഗത്തായിട്ട് വരും. അപ്പോൾ അവിടെ ഒരു കുഴി വേറൊരു ടീമാണ് പിടിച്ചത്, ഒരു കുഴി നമ്മൾ ഈ ഒരു കുഴി പിടിക്കുന്ന അതേ ടീം തന്നെയാണ് പിടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മളെ ചാനലിലുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ ആ ഒരു വീഡിയോ ഒക്കെ കാണാം. നല്ല അടിപൊളി മീൻ പിടുത്ത വീഡിയോ ആണ് കേട്ടോ. ഒരുപാട് മീനുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ഈ ഒരു കുഴിയിലുള്ള വെള്ളം അടിച്ച് വാർക്കാനായിട്ടുള്ള പമ്പ് സെറ്റ് ഇതേ ഈ ഒരു ഭാഗത്താണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഫുട് വാൾവ് കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട്. ശേഷം അതേ വെള്ളം ഒഴിച്ച് എഞ്ചിൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മീൻ പിടിക്കുന്ന സുഹൃത്തുക്കളൊക്കെ ആ ഒരു വെള്ളം വറ്റാനായിട്ട് കാത്തു നിൽക്കുകയാണ് മീൻ പിടിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇവരെ മീൻ പിടുത്തം കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവരെ ടീമിന് ഒരു പേരുണ്ട്, ടീം ഡിസ്കോ ടീം എന്ന് പറയും. അപ്പോൾ ഡിസ്കോ ടീം എന്ന് പറയുന്ന നമ്മളെ ഈ ഒരു സുഹൃത്തുക്കൾക്ക് മീൻ പിടുത്തം മാത്രമല്ല മറ്റ് പന്തലിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെയാണ് ഇവർ മെയിനായിട്ട്. അതായത് മറ്റിവരെ മെയിൻ പരിപാടികൾ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ മാത്രമാണ് കേട്ടോ മീൻ പിടിക്കാൻ ഇറങ്ങുന്നത്. അതായത് ജോലി ആയാലും മറ്റ് പരിപാടികളായാലും ഒക്കെ ഇവർ ഒരുമിച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഡിസ്കോ ടീം എന്ന് ഇവരെ വിളിക്കുന്നത് ഗൈസ്. അപ്പോൾ ഈ ഒരു കുഴിയിലുള്ള വെള്ളം ഏകദേശം വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി മീൻ പിടുത്താണ്. അപ്പോൾ മീൻ പിടിക്കാനായിട്ട് നമ്മൾ ഓരോ സുഹൃത്തുക്കൾ ഇത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയ കുഴി ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഇറങ്ങിയിട്ടില്ല, ആകെ 2 പേരെ ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് തന്നെ എന്തോ ഒരു മീൻ നമ്മളെ ഉമ്മർ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ പിടിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. അപ്പോൾ ഇനി നമുക്ക് ഇവരെ മീൻ പിടുത്ത കാഴ്ചകളൊക്കെ കാണാം. ആ ആകാശം നോക്കിയാ എവിടക്ക തട്ടിയേച്ചി ഇതിനൊക്കെ ഇനി പുറത്തേക്ക് പോകില്ല. വേണ്ടേ പോവില്ല. പുറത്ത് പോകില്ല. പണിയൊന്നും ഇല്ലല്ലോ. അതിനെ കത്താൻ ആൾക്ക് പോരെ. അതൊക്കെ ഓരോ കൊണ്ടുവരും പറഞ്ഞ മാതിരി. അപ്പോൾ സൈസുള്ളൊരു വരാല് കണ്ണനാ വറി കിട്ടുള്ളൂ വേഗം കുടത്തേക്ക്. അത് മതി. രണ്ടെണ്ണായി. കണ്ടുകാണ്ട് പിന്നാണ് തട്ടിക്കൂടെ. മോണ ഉമ്മറൊന്നും തട്ടിക്കൊപ്പ വരും. കുത്തിയാ കുത്തിട്ടിയാ ആ കുത്തിയ സാധനത്തിന് പിടിച്ച് നോക്കിയുള്ള
ഒരാളെ ഏൽപ്പിച്ചാൽ ചെറുതാണ്. അപ്പോൾ കിട്ടുന്ന മീനുകളൊക്കെ അവരെ കയ്യിലുള്ള ഒരു കുടത്തിലോട്ടും അതുപോലെ അവിടെ ഒരു കൈവല കുത്തി വെച്ചിട്ടുണ്ട്, അതിലോട്ടൊക്കെ ആയിട്ട് ഇടുന്നുണ്ട്. കിട്ടിയാ അത് വലുതാണല്ലോ. മീൻ പിടിക്കുന്നത് പോലെ തന്നെ മീൻപിടുത്തം കാണാനൊരു വൈബ് തന്നെയാണ്. അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ ഇവിടെ മീൻപിടുത്തം കാണാനായിട്ട് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ മീൻപിടുത്ത പരിപാടികൾ ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ കുഴിയിലുള്ള ഒരുവിധം മീനൊക്കെ അവർ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എത്രത്തോളം മീൻ ഇവർക്ക് കിട്ടിയെന്നൊക്കെ ജസ്റ്റ് ഒന്ന് നമുക്ക് കാണാം. അതിന് മുമ്പ് വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഒരു വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഗൈസ്, ഈ ഒരു കുഴിയിൽ നിന്ന് കിട്ടിയ മീനുകളാട്ടത്. പിന്നെ അത് കൂടാതെ ഈ ഒരു കുടത്തിലും ഇത് കംപ്ലീറ്റ് അല്ലേ എന്നത് ചെറുതല്ലേ ഗൈസ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസുള്ള വരാലുകളാണ് ഇതെന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അധികമൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. ഇങ്ങനത്തെ എത്ര ഉണ്ടോ അവിടെ? അതിലതാ ആ കുടത്തില് വലുതല്ലേ? ഇതാണ് ഏറ്റവും ടോപ്പ് അല്ലേ, ബിഗസ്റ്റ് ഗൈസ്. അപ്പോൾ ഇതാണ് ഇതെന്ന് കിട്ടിയ ഏറ്റവും വലുത്. പിന്നെ ഇത് രണ്ടാമത്തെ, ഇത് അതിൻ്റെ നേരെ താഴെ അത്യാവശ്യം നല്ല സൈസുള്ള
പിന്നെ ഒരു മീഡിയം സൈസൊക്കെ നോക്കട്ടെ. പിന്നെ ഇതൊക്കെ ഒരു മീഡിയം സൈസാണ്. ഈ പിന്നെ ഉള്ളതൊക്കെ ഒരു മീഡിയം സൈസ്. പിന്നെ കടുണ്ട്, പൊരിക്കുണ്ടോ? പൊരിക്കുണ്ടല്ലേ. സിലോപ്പി ഒന്നുമില്ലല്ലേ? ഇല്ല. ഇത് എത്ര ഇല്ലാണ്ട് അവിടെ സുമാർ ഏകദേശം ഒക്കെ കൂടി? ഒരു 10-15 കിലോ വരാൽ ഏകദേശം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു കുഴിയിൽ നിന്ന്.